ശ്രീലങ്കയിൽ പുതിയ പാർലമെന്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. രാവിലെ 7-ന് ആരംഭിച്ച വോട്ടെടുപ്പ് പ്രാദേശിക സമയം വൈകിട്ട് 4-ന് അവസാനിക്കും. 225 സീറ്റുകളിലേക്കായി 8800 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. വോട്ടെടുപ്പ് അവസാനിച്ച ശേഷം 4:15-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. മുൻ ഡെമോക്രാറ്റ് നേതാവ് തുൾസി ഗബ്ബാർഡിനെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദേശീയ ഇന്റലിജൻസ് ഡയറക്ടറായി നിയമിച്ചു. മുൻ ഡെമോക്രാറ്റ് പാർട്ടി നേതാവായിരുന്ന തുൾസി ഗബ്ബാർഡ് അടുത്തിടെയാണ് റിപ്പബ്ലിക്കൻ അംഗമായി മാറിയത്. കോൺഗ്രസ്മാൻ മാറ്റ് ഗെയ്സിനെ അമേരിക്കയുടെ അറ്റോർണി ജനറലായി ട്രംപ് നാമനിർദ്ദേശം ചെയ്തു. സെനറ്റർ മാർക്കോ റൂബിയോയെ സ്റ്റേറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ലെബനനിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 78 പേർ മരിക്കുകയും 122 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം. ഇതോടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3365 കടന്നു. 14,000-ഓളം പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ബ്രസീലിലെ സുപ്രീം കോടതി പരിസരത്തുണ്ടായ സ്ഫോടനത്തിൽ ഒരു മരണം. സുപ്രീം കോടതിയും പാർലമെന്റും പ്രസിഡൻഷ്യൽ കൊട്ടാരവും സ്ഥിതി ചെയ്യുന്ന ബ്രസീലിന്റെ തലസ്ഥാനത്തിന്റെ മധ്യഭാഗത്താണ് സ്ഫോടനങ്ങൾ നടന്നത്. ഒരാൾ കോടതിയിലേക്ക് കടക്കാൻ ശ്രമിച്ചത് തടഞ്ഞതിനെ തുടർന്നാണ് സ്ഫോടനം നടന്നതെന്ന് ഡെപ്യൂട്ടി ഗവർണർ അറിയിച്ചു. കെട്ടിടത്തിന് പുറത്ത് മൃതദേഹം കണ്ടെത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം. ബുധനാഴ്ച ഉച്ച കഴിഞ്ഞാണ് ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 4.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായതെന്ന് നാഷണൽ സെന്റർ ഓഫ് സീസ്മോളജി അറിയിച്ചു.